ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊണാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 25 വയസ്സ്. നിലവിൽ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? G ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരമാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ദക്ഷിണ ധ്രുവം. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാര്? അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യമേത്? അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് പ്രധാനമായും ചവറ കാണപ്പെടുന്ന ആറ്റോമിക ധാതു ഏതാണ്? തോറിയം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? കോറമാൻഡൽ തീരം. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? നർമ്മദ. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? നെയ്യാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 44. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏത്? ഉത്തരം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ C 3 മാത്രം തെറ്റാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അത് തെറ്റാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റത്തിലൂടെയാണ് നടന്നത്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ B ആണ് വരിക. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഒൽക്കോട്ട്, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ഹിതകാരണി പ്രസ്ഥാനം സമാജം വീരശലിംഗം പതലു, പ്രാർത്ഥന സമാജം ആത്മാരാം പാണ്ഡുരംഗ്. അതാണ് അതിൻ്റെ ശരി ഉത്തരമായി വരിക. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഗേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? കർഷകരെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ D ആണ്. 1, 2, 3. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസുറ 3 പേരും അംഗങ്ങളായിരുന്നു. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ D. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. അത് തെറ്റാണ്. 1947 ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ A. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. വാദം കാരണം. വാദം. ലിറ്റൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. കാരണം പ്രാദേശിക പത്രത്തെ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇതിൻ്റെ ഉത്തരം രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു. 2 പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഏതാണ്? 1ഉം 2ഉമാണ്. ഓപ്ഷൻ A ആണ്. 1ഉം 2ഉമാണ്. മൂന്നാമത്തത് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറി എന്നുള്ളത് തെറ്റാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ C 1ഉം 3ഉമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ B ദണ്ഡി മാർച്ച്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം? ജപ്പാൻ. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം? മോട്ടു എന്ന ആനക്കുട്ടി. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ആക്കുക. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. അതായത് ആദ്യം ഈഴവ മെമ്മോറിയൽ 2, 4, 1, 3 B ആണ് ഉത്തരം. ആദ്യത്തെ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഇല്ലിക്കുന്ന്, തലശ്ശേരിക്കടുത്തുള്ള. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ.
അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അൻപ് വീട്. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസം പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിപ്പാടാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്? ആലുവ. താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏതു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പ്രശസ്തമായ മാമാങ്കം നടത്തപ്പെടുന്നത് ഈ നദിയുടെ തീരത്താണ്. ഭാരതപ്പുഴ. 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശ്. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്താണ്? വേമ്പനാട്ട് കായൽ. അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്നേഹിത. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രമാണ്. ശ്രീമതി മേഴ്സിക്കുട്ടനാണ് നിലവിലെ അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ളത് തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. നിങ്ങൾ വേറൊന്നും നോക്കണ്ട. പെരിയാർ ഇടുക്കിയാണെന്ന് അറിയില്ലേ? 4-2 ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ബാക്കി വായിച്ചു നോക്കേണ്ട ആവശ്യം പോലുമില്ല. അടുത്ത ചോദ്യം. പച്ചയാം വിരിപ്പിട്ട സഹ്യാദ്രിതൻ മടിയിൽ തലവെച്ചും വെൺമണൽ മെത്തമേൽ കാൽനീട്ടിയും കിടക്കുന്ന കേരളമേ. കേരളത്തിൻ്റെ പ്രകൃതിയെ കുറിക്കുന്ന ഈ വരികൾ എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കാനഡ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇവിടേക്ക് പ്രവേശന കവാടമുള്ളൂ. ശരിയാണ്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണിത്. ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ഇവരിൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇവരിൽ ആരാണ്? കെ കേളപ്പൻ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം 4ഉം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം? കീഴരിയൂർ ബോംബ് കേസാണ് ഉത്തരം. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? VT ഭട്ടതിരിപ്പാട്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവരിൽ ആരാണ്? മഞ്ചേരി രാമയ്യർ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന സിര ഹെപ്പാറ്റിക് പോർട്ടൽ സിര. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണം ബൊട്ടാനിക്കൽ ഗാർഡൻ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി? ഉത്തരം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈസ്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി സ്നേഹയാനം. സുന്ദർലാൽ ബഹുഗുണിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ചൊരു കാർഷിക ഉൽപ്പന്നം പാലക്കാടൻ മട്ടാരി. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ കണ്ടൽ വനങ്ങൾ. വിറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതി സ്വാന്തനം. വാട്ടർ ഗ്യാസ് എന്നിൻ്റെയൊക്കെ മിശ്രിതമാണ് CO-ൻ്റെയും H2-ൻ്റെയും മിശ്രിതം. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേര് സാക്കറിൻ. രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിന് ശേഷം അതിൻ്റെ ശബ്ദം കേട്ടുവെങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തിലായിരിക്കും? 700 മീറ്റർ. ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവ് കാണിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? -40 ഡിഗ്രി. താഴെ തന്നിരിക്കുന്നതിൽ സംരക്ഷിത ബലങ്ങൾ യവ? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഗുരുത്വാകർഷണ ബലം, സ്ഥിതവൈദ്യുതി ബലം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ 1ാമത്തെ
ഉത്തേജകാവസ്ഥയിലെ ഊർജ്ജവും രണ്ടാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജ്ജവും തമ്മിലുള്ള അനുപാതം എത്ര? 9/4 ഉത്തരം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണപഥം കൃത്യമായി വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഘർഷണം ഉണ്ടാകുന്നത് വൈദ്യുതകാന്തിക ബലത്തിൽ നിന്നാണെന്നുള്ളത് തെറ്റാണ്. സിങ്കിൻ്റെ അയിര് അല്ലാത്തത് ഏത്? സിഡറൈറ്റ് ആണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവായത് ഏത്? ട്രീഷ്യമാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു 240, ഉസാഗ 4 ആണ്. ഒന്നാമത്തെ സംഖ്യ 16 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 60. ഒരു കടക്കാരൻ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു 60 രൂപ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ വാങ്ങിയ വില എത്ര? 240. റൂട്ട് 0.09 പ്ലസ് റൂട്ട് 0.81 പ്ലസ് റൂട്ട് 1.44 എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 2.4. 1.25 സ്ക്വയർ മൈനസ് 0.75 സ്ക്വയറിൻ്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 1, ഓപ്ഷൻ ബി. 392 ഏറ്റവും ചെറിയത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗം ലഭിക്കും. ഉത്തരം 2 ആണ്. 45 - 5 ഡിവൈഡഡ് 2 × 4 - 2ൻ്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 78. അത് വിൽക്രമം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 3 ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. 20 സംഖ്യകളുടെ ശരാശരി 35 ആണ്. ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി അടുത്ത 10 സംഖ്യകളിൽ ഓരോന്നിനും 3 കുറച്ചാൽ പുതിയ ശരാശരി എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 36 ആണ്. 36. അടുത്ത 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1/100 ആണ് വരിക. 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 4 ആണ്. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 24. അടുത്ത ചോദ്യം, തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. 16 ആണ് ഉത്തരം. 2ഉം 3ഉം പരസ്പരം മാറ്റുക, 4ഉം 6ഉം പരസ്പരം മാറ്റുക ആണെങ്കിൽ 3² + 4/2 - 3 × 6 = എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 2 ആണ്. 132 അംശം 156 അംശം 90 അംശം എത്രയാണെന്നാണ് ചോദ്യം. 94ൻ്റെ ഉത്തരം 110 ആണ്. 110 ആണ്. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:5. 6 വർഷം കഴിയുമ്പോൾ അംശബന്ധം 5:7 ആകും. എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 9 ആണ്. 9 ആണ് വരും. 9. ഒരു നിരയിൽ പി ഇടത്ത് നിന്ന് 23ാമതാണ്, ക്യൂ വലത്ത് നിന്ന് 18ാമതാണ്. അവർ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ പി ഇടത്ത് നിന്ന് 32ാമത്. ആ നിരയിൽ ആകെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 49 ആണ്. താഴെ നൽകിയിരിക്കുന്നവയെ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. 97ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 5, 4, 2, 1 ഇങ്ങനെയാണ് വരിക. 98ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 32 ആണ്. 99ാമത്തെ ചോദ്യം 4, 9, 8, 18, 12, 27, 16 ശ്രേണിയുടെ 21ാമത്തെ പാദം എത്രയാണ് ചോദ്യം. ഉത്തരം 44 ആണ്. അവസാനം 100ാമത്തെ ചോദ്യം, അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം 21 ആണ്.